4 മാസത്തോളമായി എന്നെ ഫോളോ ചെയ്യുന്ന ഒരു തട്ടിപ്പുകാരനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരു ഫോൺ കോൾ എനിക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, ആക്കിസ് എന്നാണ് പേര്. UAE-യിലെ ഹോഷൻ ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത്, മാനേജറാണ്. എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. മോട്ടിവേഷൻ വീഡിയോസ് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. ഹോഷൻ ഗ്രൂപ്പിലെ ഒരു പ്രോഗ്രാമിലേക്ക് മോട്ടിവേഷൻ സ്പീക്കറായിട്ട് വരാൻ പറ്റുമോ? സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ് വിഷയം. ആലോചിച്ചിട്ട് പറയൂ എന്ന് പറഞ്ഞു. കിട്ടിയ അവസരമാണ്. ഒത്തിരി ആലോചിച്ചു. നെക്സ്റ്റ് ഡേ അവൻ്റെ കോൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ റെഡി. അപ്പോൾ അവൻ പറഞ്ഞു 1 lakh rupees തരും. 1 hour ക്ലാസ്. വന്നു പോകുന്നതിൻ്റെ എല്ലാ ചെലവും ഹോഷൻ ഗ്രൂപ്പ് വഹിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുൻ മന്ത്രി KT ജലീൽ സാറുമായിട്ട് സംസാരിച്ചോളൂ. ഇതിനു മുമ്പ് ഞങ്ങളുടെ ഗസ്റ്റായി വന്നത് KT ജലീൽ സാറാണെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ മോനുമായിട്ട് അതേപോലെ എൻ്റെ സുഹൃത്തുക്കളായിട്ട് പോലീസിലുള്ള കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇത്തരം ഈ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അതിലൊരു തട്ടിപ്പ് മണക്കുന്നുണ്ടായിരുന്നു എനിക്ക്. കാരണം 1 lakh rupees ഒക്കെ തന്നിട്ട് മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ വിളിക്കുക എന്ന് പറയുമ്പോൾ അതെനിക്കൊരു അത്ഭുതകരമായിട്ട് തന്നെ തോന്നി. അതിലൊരു തട്ടിപ്പിൻ്റെ സാധ്യത എനിക്കുണ്ട് തോന്നിയിരുന്നു. അങ്ങനെ ഇവനുമായിട്ടുള്ള ചാറ്റിങ്ങും കോളും ഒക്കെ മുന്നോട്ട് പോയി. ഞാൻ ഈ കാര്യങ്ങളെല്ലാം എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കും, പാസ്വേഡ് ചോദിക്കും, OTP ചോദിക്കും, അതൊക്കെ ശ്രദ്ധയോടെ നിൽക്കണം. ഡിജിറ്റൽ തട്ടിപ്പിൻ്റെ കാലഘട്ടമാണ്. ജഡ്ജിയെ വരെ പറ്റിച്ചതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? സമൂഹത്തിലെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസമുള്ളവർ പോലും ഈ പറ്റിപ്പിന് ഇരയാവുകയാണ്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതല്ല, ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരികയാണെങ്കിൽ പൊയ്ക്കോളാനും പറഞ്ഞു. അപ്പം ഞാൻ തൊട്ടടുത്ത ദിവസം ഇവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയിരുന്നു. ഇവരെന്നോട് പാസ്വേഡ് ചോദിക്കും, അതല്ലെങ്കിൽ OTP, അക്കൗണ്ട് ഡീറ്റെയിൽസ്, പൈസ ഇട്ട് തരാൻ വേണ്ടി മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് ഇദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ ഈ ഫോൺ നമ്പറിൽ ഗൂഗിൾ പേ ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. 1 minute ഹോൾഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അക്കൗണ്ടിൽ 10,000 രൂപ ക്രെഡിറ്റ് ആയി. എന്നിട്ട് അവർ പറഞ്ഞു, 1 lakh rupees ആണല്ലോ നിങ്ങൾക്ക് ഈ മോട്ടിവേഷൻ ക്ലാസ്സിന് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിരിക്കുന്ന റെമ്യൂണറേഷൻ. അതിൽ 10,000 ടോക്കൺ അഡ്വാൻസ് തന്നു. ബാക്കി 40,000 നമ്മളിവിടുന്ന് കാലിക്കറ്റിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ എവിടെ നിന്നാണോ ഫ്ലൈറ്റ് കയറുന്നത് അതിന് മുമ്പ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കും. ബാക്കി വരുന്ന 50,000 rupees ഈ മോട്ടിവേഷൻ ക്ലാസ്സിന് മുൻപ് നിങ്ങളുടെ അക്കൗണ്ടിൽ കയറിയിരിക്കും. അതിനുശേഷം നിങ്ങൾ മോട്ടിവേഷൻ ക്ലാസ് എടുത്താൽ മതി. അത്രയാണ് അവർ പറഞ്ഞത്. ഓക്കെ, 10,000 അഡ്വാൻസ് കിട്ടി. അവർ പറഞ്ഞ ഡേറ്റിന് 6 മാസം കഴിഞ്ഞിട്ടായിരുന്നു ആ മോട്ടിവേഷൻ ക്ലാസ് എടുക്കേണ്ട ഡേറ്റ്. അപ്പോൾ എനിക്ക് പാസ്പോർട്ട് ഇല്ലായിരുന്നു. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ പാസ്പോർട്ടൊക്കെ വേഗം എടുത്തു. 10,000 അഡ്വാൻസ് ഒക്കെ ഇവർ തന്നല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു. നിങ്ങൾ ഫേസ്ബുക്കിൽ എഴുതുന്നതൊക്കെ വായിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ PhDക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ തരുന്ന ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് നോട്ട്സ് എഴുതി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അത് ഓക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ സമയത്ത് വീണ്ടും അക്കൗണ്ടിൽ 10,000 rupees ക്രെഡിറ്റ് ആയി. ഇത് അവർ പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് നോട്ട് എഴുതി കൊടുക്കുന്നതിനുള്ള ടോക്കൺ അഡ്വാൻസ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം ന്യൂ ഇയർ വന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 2,500 rupees അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ന്യൂ ഇയറിനുള്ള ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ 22,500 rupees എനിക്ക് അവർ ഇതുവരെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്. വീണ്ടും കാര്യങ്ങൾ ഇങ്ങനെ ചാറ്റിംഗ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. ഒരു ദിവസം എന്നോട് പറഞ്ഞു, സൂം മീറ്റിങ്ങിൽ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ പോലീസിലുള്ള സുഹൃത്തിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ സൂം മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വാട്സപ്പ് കോൾ, വീഡിയോ കോളിൽ വരാൻ പറഞ്ഞു. അപ്പോൾ വീഡിയോ കോൾ വരുന്നതും സേഫ് അല്ലെന്ന് കിട്ടിയ ഉപദേശപ്രകാരം ഞാൻ അത് മടിച്ചിരുന്നു. പക്ഷെ എന്നെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ വളരെ നന്നായിട്ട് മാസങ്ങളോളം ചാറ്റിങ്ങും കോളിങ്ങും ഒക്കെ ആയി നിന്ന ഇവർ ഒരു ദിവസം വീഡിയോ കോളിൽ വിളിച്ച സമയത്ത് എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, അപ്പേ കോൾ അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്തു. പക്ഷെ ഞാനും മോനും കൂടെയാണ് ഒന്നിച്ച വീഡിയോ കോളിൽ ഇരുന്നത്. എന്നെയും മോനെ ഒന്നിച്ച് സ്ക്രീനിൽ കണ്ട സമയത്ത് അവരുടെ ഫേസ് അവർ കാണിച്ചില്ല. അവർ കട്ട് ചെയ്തു പോയി. പിന്നീട് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും കോൾ വന്നു. ഒരു എമർജൻസി കോൾ വന്നത് കൊണ്ടാണ് കട്ട് ചെയ്തു പോയി എന്ന് പറഞ്ഞു. പിന്നീട് ഒരു 15 ദിവസത്തോളം അവരുടെ ഒരു കോണ്ടാക്റ്റും ഇല്ല. 16ാമത്തെ ദിവസം വീണ്ടും വേറൊരു നമ്പറിൽ നിന്ന് കോൾ വന്നു.
പെട്ടെന്ന് ഗൾഫിൽ നിന്ന് പോരേണ്ട വന്നു. ഗൾഫിൽ യൂസ് ചെയ്യുന്ന ആ നമ്പർ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാത്ത പോയത്. അസുഖം ഒക്കെ ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഫേക്ക് അല്ല, ഫ്രോഡല്ല എന്നൊക്കെ അദ്ദേഹം ഒരുപാട് സംസാരിച്ചു. പിന്നീട് എന്നോട് പറയുന്നത് പെട്ടെന്ന് തിരിച്ചുപോയി ഗൾഫിലേക്കാണെന്ന്. പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ വൈഫ് കുറച്ച് സാധനങ്ങൾ കൊണ്ടുതരും. അപ്പൊ ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു 6 കിലോ 7 കിലോ ലഗേജേ ഉള്ളൂ, എനിക്ക് ഡ്രസ്സ് കാര്യങ്ങളല്ലേ ഉള്ളൂ, അതിന്റെ കൂടി ഈ ലഗേജും കൂടെ ഒന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു പരിചയമില്ലാത്ത നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫ് എന്ന് പറയുന്ന വ്യക്തി കൊണ്ടുതരുന്ന ലഗേജുമായിട്ട് വരാൻ എനിക്ക് പറ്റില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയില്ല. അത്രമേൽ തട്ടിപ്പ് നിറഞ്ഞ ഒരു ഭൂമിയിലാണ്, ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഫേക്ക് അല്ലായിരിക്കാം, പക്ഷെ എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല, സോറി എന്ന് പറഞ്ഞു. അഡ്വാൻസ് പേയ്മെന്റ് വേണമെങ്കിൽ തിരിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞു. അയ്യോ വേണ്ട വേണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഒരു കാരിയർ ആയിട്ട് നിങ്ങളുടെ ലഗേജ് വഴി വരാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ആ വിഷയം അവിടെ സ്റ്റോപ്പ് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ഏകദേശം വിസയൊക്കെ റെഡിയാക്കാനുണ്ട്, പാസ്പോർട്ട് ഒന്ന് സ്കാൻ ചെയ്ത് അയക്കാൻ പറഞ്ഞു. പാസ്പോർട്ട് ഞങ്ങൾ സ്കാൻ ചെയ്ത് അയച്ചു കൊടുത്തു. പിന്നീട് പറയുന്നത് നേരെ മാംഗ്ലൂർക്ക് പോകാൻ. അദ്ദേഹത്തിൻ്റെ വൈഫ് അവിടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. വൈഫിൻ്റെ കൂടെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ബാംഗ്ലൂരിൽ നിന്നായിരിക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ആവുക, ബാംഗ്ലൂരിൽ നിന്ന് ഒന്നിച്ച് പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ആദ്യം മുതലൊരു തട്ടിപ്പ് മണക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു പരിചയമില്ലാത്ത നിങ്ങളുടെ വൈഫിൻ്റെ അടുത്തേക്ക് എനിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയാണ് ഞാൻ ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് വരാം, എയർപോർട്ടിൽ നിന്ന് വൈഫിൻ്റെ കൂടെ ഞങ്ങൾ അങ്ങോട്ട് വരാം, അതല്ല ഇവിടെ നിങ്ങളുടെ വൈഫിൻ്റെ ഫ്ലാറ്റിൽ പോയി അവിടെ നിന്ന് നെക്സ്റ്റ് ഡേയിൽ വരുന്നതിന് എനിക്ക് പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, സംസാരിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. പിന്നീടൊരിക്കൽ ഇതേപോലെ വാട്സപ്പ് കോളിൽ വന്നിട്ട് പറഞ്ഞു, ഒരു 10,000 റുപ്പീസ് അഡ്വാൻസ് തന്നിട്ടുണ്ടായിരുന്നല്ലോ PhDക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് നോട്ട്സ് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസാ തരിക, ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ തന്ന ക്വസ്റ്റ്യൻസും എല്ലാം ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത് പൈസയുടെ റെസീറ്റ്, ഗൂഗിൾ പേ ചെയ്തതിൻ്റെ റെസിപ്റ്റും അതേപോലെ ചാറ്റിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒത്തിരി പേര് കാണുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ വരെ ഒരുപക്ഷെ ഇത് കാണുന്നത് കൊണ്ട് അവരയച്ച കുറേ വൾഗറായിട്ടുള്ള മെസ്സേജുകൾ ഞാനത് ഈ വീഡിയോയിൽ ആഡ് ചെയ്യില്ല. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് ഇട്ട് തരാം. അതൊരു പൊതുമാധ്യമത്തിലേക്ക് ഞാനത് പോസ്റ്റ് ചെയ്യില്ല. അപ്പോൾ വീണ്ടും ചോദ്യങ്ങൾ ഒരുപാട് വന്നു. ചോദ്യങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ അത്രമേൽ വൃത്തികെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഇതെല്ലാം ഞാനും മോനും കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വരുന്ന മെസ്സേജുകളെല്ലാം തന്നെ അത് വായിക്കുന്ന സമയത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവനും ഉണ്ടാവും. ഇത്തരം വൾഗറായ മെസ്സേജുകൾ അയക്കരുത്. കാരണം ഇത്തരം വൾഗറായ ക്വസ്റ്റ്യൻസിന് ആൻസർ തരാനുള്ള എനിക്ക് താല്പര്യമില്ല. പിന്നെ നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ തരാൻ നല്ലത് ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. ഈ ഗൈനക്കോളജിയിൽ വരുന്ന കാര്യങ്ങൾക്കൊന്നും എനിക്ക് ആൻസർ തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 22,500 രൂപ ഈ തട്ടിപ്പുകാരൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഗൾഫിലേക്ക് മോട്ടിവേഷൻ ക്ലാസ്സിന് പോകുന്നതിനെ കുറിച്ചും ഒരു കോണ്ടാക്റ്റും ഇല്ല. ആ പൈസ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിവിടെ അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. അതിന് അവരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. എന്ത് തരം പുതിയ തട്ടിപ്പാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനതൊരു പോലീസ് കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. കാരണം എനിക്കിതിൽ നഷ്ടങ്ങളൊന്നും വന്നില്ല. എൻ്റെ അക്കൗണ്ടിൽ അവർ അയച്ചു തന്ന പൈസ കിടക്കുകയാണ്. എന്താണ് അവരുടെ ഡീറ്റെയിൽസ് എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു, എന്നിട്ട് ഒന്നിച്ച് വരാനൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ ഹണി ട്രാപ്പിലായിരിക്കാം, ഒരു ഹണി ട്രാപ്പിന് വേണ്ടിയായിരിക്കാം ശ്രമിച്ചിട്ടുണ്ടാവുക. വീഡിയോ കോൾ വന്നതും ഒരുപക്ഷെ മോർഫിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഞാനും മോനും കൂടെ വന്നതുകൊണ്ടാണ് അവർ പെട്ടെന്ന് കട്ട് ചെയ്ത് പോയത്. പിന്നെ ഒരു കാരിയറായിട്ട് ഗൾഫിലേക്ക് എത്തിക്കാനായിരിക്കാം ശ്രമിച്ചിട്ടുണ്ടാവുക. അതിൽ നിന്നും പറ്റില്ലെന്ന് പറഞ്ഞു മാറി. ഏകദേശം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 22,500 രൂപ എനിക്ക് തന്നിട്ട് അതിലും വലിയ മറ്റെന്തോ ഒരു ചതിയിലൂടെ എന്നിൽ നിന്ന് തിരിച്ചു പിടിക്കാമെന്നായിരിക്കാം അവർ കരുതിയിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾക്കൊക്കെ ഇതുപോലെ ഡിജിറ്റൽ അറസ്റ്റ് അങ്ങനെ പല കാര്യങ്ങളും വന്ന് അവരൊക്കെ പോലീസിൽ അറിയിക്കുകയും അതുമായിട്ടൊക്കെ മുന്നോട്ട് പോയ കാര്യങ്ങൾ എനിക്കറിയാം. അവരോടൊക്കെ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെയാണ് മുന്നോട്ട് പോകുന്നത്.
വ്യത്യസ്തമായ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് പൈസ ഇട്ട് തന്നിട്ട് ഉള്ളൊരു തട്ടിപ്പാണിത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇനിയും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവരിനി എന്നെ കോണ്ടാക്ട് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതും വരുന്ന കോളടക്കം മെസ്സേജ് അടക്കം എല്ലാം റെക്കോർഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് അത് ഉപകാരപ്പെടുമെന്ന് ഓർത്ത് കരുതി വച്ചിരിക്കുകയാണ്. ട്രോളാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കുണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പം അതുകൊണ്ട് തീർച്ചയായും സൂക്ഷിക്കുക. പുതിയ തട്ടിപ്പുകാർ ഏതൊക്കെ രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുമെന്നറിയില്ല. അതുകൊണ്ട് കരുതലോടെ ഇരിക്കുക. ഞാൻ ഈ പറഞ്ഞതിൻ്റെ എവിഡൻസ് എല്ലാം വീഡിയോയോട് കൂടെ ചേർക്കുന്നുണ്ട്. ബാക്കിയെല്ലാം എൻ്റെ കൈകളിൽ സേഫായിട്ട് ഞാൻ വെക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആദ്യ സമയം മുതൽ. അപ്പോൾ നീണ്ടു നിൽക്കുന്ന ഈ തട്ടിപ്പിൽ നിന്ന് ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇനി അവർ തന്ന പേയ്മെൻറ്റ് ചോദിച്ച് അവർ വരുമോ, അതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അത് ഏത് രീതിയിലേക്ക് വരുമെന്ന് എനിക്കറിയില്ല. നിലവിൽ പോലീസ് കേസുമായിട്ട് പോകുന്നില്ല. ഇനി അവരുടെ കോണ്ടാക്റ്റ് ഉണ്ടാവുമോ, എന്താ സ്ഥിതിയെന്ന് നോക്കട്ടെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവരുടെ കോണ്ടാക്റ്റിന് ശേഷം പറയുന്നതായിരിക്കും.